BCC 109, Intermediate Macroeconomics 2, Chapter 1, Economic Growth. Economic growth is an increase in the production of economic goods and services compared from one period of time to another. Here, there is a graphical representation of economic growth and how it happens. Year 1, nominal GDP is shown here in trillion. And after 10 years, nominal GDP has increased. In the year 1, nominal GDP is assumed to be as $1.0 trillion. And after 10 years, the GDP, nominal GDP has increased to 2.5 trillion. It can be measured in nominal or real terms. So, there are two different measurement scales for measuring the increase in GDP or economic growth. One is nominal GDP method and the other method is a real GDP method. What is the difference between nominal GDP method and other GDP and real GDP method? In real GDP method, we can adjust or deduct the inflation or the changes occurred due to rise in price. That is the difference between that. So we can say that real GDP growth is much more reliable data than nominal GDP growth. So if we take here in if we consider the nominal GDP growth as 150 times, then at the same time we have to deduct the inflation changes, or we have to adjust the inflation problems so that it will get reduced to 80% growth. So here is the list of economies in ascending order we have in front. നമ്മുടെ മുന്നിൽ ചില രാജ്യങ്ങളുടെ GDP ഇക്കണോമിയുടെ ഇന്ത്യ ഒരു 4.13 ട്രില്യൺ മാത്രമുള്ള ഒരു ഇക്കണോമിയുള്ള ഒരു രാജ്യമാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2025 കണക്കനുസരിച്ച് പറയുവാണ്, ജപ്പാൻ പക്ഷേ 4.28 ട്രില്യൺ ഇക്കണോമിയുള്ള ഒരു രാജ്യമാണ്. ഇനി ജർമ്മനി ആവട്ടെ ഇന്ത്യയെക്കാളും ജപ്പാനേക്കാളും മുന്നിലാണ്, 5.01 ട്രില്യൺ ഇക്കണോമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ചൈന ഇവരെല്ലാവരേക്കാളും ഒത്തിരി ഫാർ അഹെഡാണ്, 19.4 ട്രില്യൺ ഇക്കണോമിയുടെ ഒരു രാജ്യമാണ്. അമേരിക്ക ആവട്ടെ 30.62 ട്രില്യൺ ഇക്കണോമിയുടെ ഒരു രാജ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ദീസ് ഫിഗേഴ്സ് ആർ എസ്റ്റിമേറ്റ്സ് ഫോർ 2025 ആൻഡ് ദ റാങ്കിങ്സ് മേ ഷിഫ്റ്റ് ഓവർ ടൈം. ഈ ചെറുപ്പ വലിപ്പ കണക്കുകളൊക്കെ കാലം കൊണ്ട് മാറിപ്പോയേക്കാം. ഇപ്പോൾ ലോകത്തിലെ ഒന്നാമത്തെ റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്, US ആണ്. അതിന് തൊട്ട് പിന്നാലെ എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഏതാണ്ട് 10 ട്രില്യൻ്റെ ഡിഫറൻസ് ഉണ്ട് ചൈനയ്ക്ക് അമേരിക്കയോടൊപ്പം എത്താനായിട്ട്. ജർമ്മനി ആണെങ്കിൽ അതിൽ ഒത്തിരി ബിലോയാണ്. ഇന്ത്യയും ജർമ്മനിയും ജപ്പാനും ഒക്കെ ഏതാണ്ട് ടൈറ്റ് കോമ്പറ്റീഷനിലാണ് എന്ന് പറയാം. So, these figures are estimates for 2025 and the rankings may shift over time. Now, let us compare these 5 countries in terms of their nominal GDP. 2015 and 2025. നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത് 2015 ആണ്, 2025. 10 വർഷത്തെ ഡിഫറൻസ് അപ്പുറത്തേക്കുള്ളതാണ്. നമുക്കറിയാം 2025 ശരിയായ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ, കാരണം 2025 ഇനിയും തീർന്നിട്ടില്ല. നമുക്ക് നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 18.2 ട്രില്യൺ ആയിരുന്നു 2015 ഇപ്പോൾ അത് 30.62 ട്രില്യൺ എക്കണോമി ആയിട്ട് വളർന്നിരിക്കുന്നു. നോമിനൽ GDPയുടെ കണക്കാണ്. ചൈന ആവട്ടെ 10 വർഷം മുമ്പ് 11.2 ട്രില്യൺ എക്കണോമി ആയിരുന്നെങ്കിൽ 10 വർഷം കഴിഞ്ഞപ്പോൾ 19.4 ട്രില്യൺ എക്കണോമിയായി മാറി. ജർമ്മനി ആവട്ടെ 3.43 ട്രില്യൺ എക്കണോമി ആണെങ്കിൽ നമ്മൾ 10 വർഷം കഴിഞ്ഞപ്പോൾ 5.01 ട്രില്യൺ എക്കണോമിയായി മാറി. ജപ്പാൻ ആവട്ടെ 4.2 ട്രില്യൺ എക്കണോമി ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞപ്പോൾ അത് 4.28 ട്രില്യൺ എക്കണോമിയായി മാറി. ഇന്ത്യ ആവട്ടെ 2.1 ട്രില്യൺ എക്കണോമി ആയിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പെങ്കിൽ അത് 10 വർഷം കഴിഞ്ഞപ്പോൾ അത് ഡബിൾ ചെയ്തിട്ട് 4.13 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറി. ജപ്പാന് കാര്യമായൊരു സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് കണ്ടാൽ അറിയാൻ സാധിക്കും. എന്തുകൊണ്ട്? These figures are
എസ്റ്റിമേറ്റഡ് ബേസ്ഡ് ഓൺ IMF ഡാറ്റ ആൻഡ് ആർ സബ്ജക്റ്റഡ് ടു ചേഞ്ച്. IMFൻ്റെ സ്ഥിതിവിവര കണക്കിനെ ബേസ് ചെയ്താണ് ഈ എസ്റ്റിമേറ്റിൽ നമ്മൾ പറയുന്നത്. ഇന്ത്യ ഈസ് എക്സ്പെക്റ്റഡ് ടു ഓവർടേക്ക് ജപ്പാൻ ആൻഡ് ബിക്കം ദ 4th largest economy in 2025. Traditionally, aggregate economic growth is measured in terms of gross national product or GNP or gross domestic product or GDP, although alternative matrices are sometimes used. സാധാരണഗതിയിൽ അഗ്രഗേറ്റ് എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ നമ്മൾ GNPയെ ബേസ് ചെയ്യുകയോ അല്ലെങ്കിൽ GDPയെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിനെയോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെയോ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യം വെച്ചിട്ടാണ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ വെച്ചിട്ടാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. നോക്കുക, GDP ആണെങ്കിൽ നോമിനൽ GDPയും റിയൽ GDPയും രണ്ട് വ്യത്യസ്ത വഴികളാണ്. നോമിനൽ GDP ആൻഡ് റിയൽ GDP ആർ ടു ഡിഫറെൻറ്റ് വേസ് ടു മെഷർ എ കൺട്രീസ് ഇക്കണോമിക് ഔട്ട്പുട്ട്. ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ രണ്ട് വ്യത്യസ്ത വഴികളാണ്. ടു കാൽക്കുലേറ്റ് റിയൽ GDP വി അഡ്ജസ്റ്റ് നോമിനൽ GDP ഫോർ ഇൻഫ്ലേഷൻ. നമ്മൾ റിയൽ GDP കാണുമ്പോൾ നോക്കേണ്ടത് നോമിനൽ GDP കണ്ടതുപോലെയല്ല, അവിടെ നമുക്ക് പണപ്പെരുപ്പത്തിൻ്റെ അളവ് ഒഴിവാക്കി നിർത്തിയിട്ട് നോക്കിയാലാണ് ശരിയായ കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. നമ്മുടെ മുന്നിൽ ഒരു കണക്കുണ്ട്. ഹിയർ ഈസ് ദ അപ്ഡേറ്റഡ് ടേബിൾ വിത്ത് റിയൽ GDP എസ്റ്റിമേറ്റ്സ് ഫോർ 2015 ആൻഡ് 2025 യൂസിങ് 2015 ആസ് ദ ബേസ് ഇയർ. 2015 ബേസ് ഇയറായി വെച്ചുകൊണ്ട് നമ്മൾ റിയൽ GDP ഒന്ന് നോക്കാം കമ്പയർ ചെയ്യാനായിട്ട്. രാജ്യങ്ങൾ പഴയത് തന്നെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഥവാ അമേരിക്ക 2015 റിയൽ GDP 18.2 ട്രില്യൺ ആണെങ്കിൽ നോക്കുക 2025 റിയൽ GDP വരുമ്പോൾ, നേരത്തെ നോമിനൽ GDP വന്നപ്പോൾ നമ്മൾ 30 ട്രില്യനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ റിയൽ GDP നോക്കുമ്പോൾ പണപ്പെരുപ്പം ഒന്ന് ഒഴിവാക്കി നിർത്തിയാൽ വാസ്തവത്തിൽ അവിടെ അത്ര 30 ട്രില്യൻ്റെ വളർച്ച ഇല്ലെന്നാണ്. 24.1 ട്രില്യനേ ഉള്ളൂ. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പണപ്പെരുപ്പം കൂടിയത് കൊണ്ട് വിലക്കയറ്റം കൊണ്ട് അവിടെ ഇത്ര രൂപയുടെ സാധനം 2015 ഉണ്ടാക്കിയെങ്കിൽ ഒരു കമ്പനി 2015 10 മില്യൺ അല്ലെങ്കിൽ $10 മില്യൺ ഒരു ബിസിനസ് ചെയ്തെന്ന് വിചാരിക്കുക. നോക്കൂ, അത് 2025 ആയപ്പോഴത്തേക്കും അത് $20 മില്യനായി ബിസിനസ്സായിട്ട് ആ കമ്പനിക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് കാണുന്നത്. അന്ന് ആ TV ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അന്ന് അവരൊരു TV വിറ്റത് ചിലപ്പോൾ 100 അല്ലെങ്കിൽ $100 എന്നാൽ 2025 ആകുമ്പോൾ അവർ ആ TV വിൽക്കുന്നത് വിലക്കയറ്റം അഥവാ പണപ്പെരുപ്പം കൊണ്ട് ചിലപ്പോൾ $150 അപ്പോൾ ആ $50 വ്യത്യാസം വന്നേക്കുന്നത് എക്സ്ട്രാ പ്രോഗ്രസ് അല്ല. പിന്നെയോ $50 വ്യത്യാസം വന്നേക്കുന്നത് അവരുടെ രാജ്യത്തെ വിലക്കയറ്റം കാരണം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളുടെ വില 2015 കൂടുതൽ വിലയുടെ സാധനങ്ങൾ 2025 ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഒരു കറക്റ്റ് കണക്കല്ല. അപ്പം ആ പണപ്പെരുപ്പത്തെ ഒഴിവാക്കി നോക്കിയാൽ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള റിയൽ GDP വെച്ചിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് 30 ട്രില്യൻ്റെ എക്കണോമി ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും. സോ റിയൽ GDP കുറച്ചും കൂടെ റിയലിസ്റ്റിക്കാണ് നോമിനൽ GDPയെക്കാളും എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ചൈനയുടെ കാര്യം നോക്കുക, 11.2 ട്രില്യൺ ആയിരുന്നു 15 റിയൽ GDP കമ്പയർ ചെയ്യുമ്പോൾ 14.5 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറിയിട്ടുള്ളൂ. അല്ലാണ്ട് 19.5 ചൈന ഇപ്പോഴും ആയിട്ടില്ല. ജർമ്മനി വലിയ വ്യത്യാസമില്ല, ഓക്കെ, അവിടെ വലിയ പണപ്പെരുപ്പില്ല എന്നാണ് കാണിക്കുന്നത്. ജപ്പാനിൽ 4.2 ഉണ്ടായിരുന്നു, 3.9. ജപ്പാനിലും ചെറിയ ഇടിവ് ഉണ്ടായിട്ടുണ്ട്, പണപ്പെരുപ്പം ഇല്ല. ഇനി ഇന്ത്യയിൽ 2.1 ട്രില്യൺ എന്ന് പണ്ട് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 3.2 ട്രില്യൺ ആയിട്ട് മാത്രമാണ് വളർന്നിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ പറയുന്ന പോലെ 4.5 നമ്മൾ എത്തിയിട്ടില്ല. കാരണം ഇവിടെയും പണപ്പെരുപ്പമൊക്കെ കുറച്ചുണ്ട്. ഇനി ഇത് നോക്കാം. അപ്പോൾ റിയൽ GDPയിൽ ഈ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ്, നോമിനൽ GDPയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഒഴിവാക്കി കഴിയുമ്പോഴാണ്, ഇൻഫ്ലേഷൻ കൊണ്ടുണ്ടായ ചേഞ്ചിന് ഒഴിവാക്കി കഴിയുമ്പോഴാണ് റിയൽ GDP കുറച്ചും കൂടി റിലയബിൾ അതാണെന്ന് പറയാം. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് റിയൽ GDP കാൽക്കുലേഷൻസ് ഇൻവോൾവ് കോംപ്ലക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ഇൻഫ്ലേഷൻ ആൻഡ് മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് ആൻഡ് മെത്തഡോളജി യൂസ്ഡ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന റിയൽ GDP 100% ശരിയായിക്കൊള്ളണമെന്നില്ല. അത് തയ്യാറാക്കുന്ന നമുക്ക് എവിടെ നിന്നാണ് ആ വിവരം ലഭിച്ചത് എന്നുള്ളതിൻ്റെ സോഴ്സ് അനുസരിച്ച് ചിലപ്പോൾ ഇത് മാറാം. അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജി അനുസരിച്ചിട്ട് ഇതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാം. വലിയ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ നോമിനൽ GDP എന്താണെന്നറിയാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രീസ് ബൗണ്ടറി ഓർ ബോർഡേഴ്സ് മെഷേർഡ് അറ്റ് കറൻറ്റ് പ്രൈസസ്. ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഇൻഫ്ലേഷൻ. അത് തന്നാണ്ട് വിലകളിൽ കറൻറ്റ് പ്രൈസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് GDP.
നോമിനൽ ജി ഡി പി. എന്നാൽ റിയൽ ജി ഡി പി അങ്ങനെയല്ല. ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. അതിൽ ഇൻഫ്ലേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് എടുക്കുന്നത്. ദിസ് ഗിവ്സ് എ മോർ ആക്യുറേറ്റ് പിക്ചർ ഓഫ് ദി എക്കണോമിക് ഗ്രോത്ത് ബൈ റിമൂവിങ് ദി ഇഫക്ട്സ് ഓഫ് പ്രൈസ് ചേഞ്ചസ്. വിലക്കയറ്റം നാട്ടിൽ ഉണ്ടാകുമ്പോൾ ആ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കുറച്ചും കൂടി കൃത്യതയുള്ള കണക്ക് നൽകുന്നു എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട്, നോമിനൽ ജി ഡി പി ഈസ് ഈക്വൽ ടു കറൻറ്റ് പ്രൈസസ്, റിയൽ ജി ഡി പി ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. റിയൽ ജി ഡി പി ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു.